ന്യൂയോർക്ക് മേയറായി ഇന്ത്യൻ വംശജൻ സൊഹ്റാൻ മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂയോർക്ക് മേയർ പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജനാണ് അദ്ദേഹം. മുൻ ഗവർണർ ആൻഡ്രൂ ക്യുമോ, റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കർട്ടിസ് ലീവ എന്നിവരെ പരാജയപ്പെടുത്തിയാണ് മംദാനി വിജയിച്ചത്. ട്രംപിന് കനത്ത തിരിച്ചടിയാണ് ഈ മിന്നും വിജയം. ലോകത്തെ മുൻനിര ചിപ്പ് നിർമ്മാണ കമ്പനിയായ എൻവിഡിയ ഇന്ത്യയിലേക്ക് 18,000 കോടി രൂപയുടെ പദ്ധതിയാണ് എൻവിഡിയ നടപ്പാക്കുന്നത്. സ്വകാര്യ ഇക്വിറ്റി വെഞ്ചർ ക്യാപിറ്റൽ നിക്ഷേപകരുടെ കൂട്ടായ്മയായ ഇന്ത്യ ഡീപ് ടെക് അലയൻസുമായി ചേർന്ന് ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് ട്രെയിനിംഗ്, മെന്റർ സഹായം നൽകുകയാണ് എൻവിഡിയയുടെ പദ്ധതി. ഗൾഫ് ഇന്ത്യ സെക്ടറിൽ അധിക ബാഗേജ് ആനുകൂല്യം നീട്ടി എയർ ഇന്ത്യ എക്സ്പ്രസ്. ഈ മാസം 30 വരെയാണ് യാത്രക്കാർക്ക് ആനുകൂല്യം ലഭിക്കുക. ടിക്കറ്റ് തുകയ്ക്കൊപ്പം 11 ദിർഹം കൂടി അടച്ചാൽ 10 കിലോ അധിക ബാഗേജ് കൊണ്ടുപോകാം. വനിതാ സംരംഭകർക്ക് അവസരമൊരുക്കി കെ ഫോൺ. ഷീ ടീം എന്ന പേരിൽ 500ഓളം വനിതാ സംരംഭകർക്കാണ് അവസരം നൽകുന്നത്. ബ്രോഡ്ബാൻഡ് കണക്ഷൻ, OTT പ്ലാറ്റ്ഫോം എന്നിവ വീടുകളിലെത്തിക്കുന്ന എക്സിക്യൂട്ടീവ് പാർട്ട്ണർമാരായി ഇവർക്ക് പ്രവർത്തിക്കാം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ്. ഇന്ന് ഗ്രാമിന് 90 രൂപയും പവന് 720 രൂപയും കുറഞ്ഞു. ഇതോടെ സ്വർണം ഗ്രാമിന് 11,135 രൂപയും പവന് 89,080 രൂപയുമായി.